ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നല്ല മുണ്ടത്തിപ്പരൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അടുത്ത വീട്ടിൽ നമ്മുടെ ചേട്ടനാട്ടോ കൊണ്ടു തന്നെ. ഇവിടെ മീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് മീൻ കിട്ടിയാലും മേടിക്കും. അപ്പോൾ നല്ല ഫ്രഷ് മുണ്ടത്തിപ്പരലാട്ടോ ഒന്ന് നമുക്ക് കിട്ടിയിരിക്കണേ. അത് നമുക്കിന്ന് പൊള്ളിച്ചിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇന്നത് നമ്മുടെ സ്പെഷ്യൽ മുണ്ടത്തിപ്പരൽ പൊള്ളിച്ചത്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഞാൻ നേരാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൃഥ്വി എൻ്റെ അടുത്ത് വന്ന് ഇതിനെ പറ്റിയൊക്കെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടെ മഴക്കാറും മഴയൊക്കെ സൈഡിൽ കൂടെ പെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പൃഥ്വിയുടെ സംശയങ്ങൾ പറഞ്ഞു കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആമി വന്നു. പിന്നെ ആമിയുടെ സംശയങ്ങളായി. അവൾക്കുണ്ടായിരുന്നു ഓരോ സംശയങ്ങൾ. ഇതെന്ത് മീനാ, ഇതെവിടെ നിന്നാ കിട്ടിയത്, ആരാ കൊണ്ടുവന്നേ, ഇതെങ്ങനെയാ വെക്കുക, അങ്ങനെ 100 ചോദ്യങ്ങളായിരുന്നു. ചെടി നമ്മുടെ യൂട്യൂബറായ ഫിറോസിക്കാൻ്റെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ജെറീബറി എന്നാണ് ഈ സസ്യത്തിൻ്റെ പേര്. മീനൊക്കെ നേരാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ തേച്ച് പിടിപ്പിക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് അതിനെ ഒന്ന് കുട്ടപ്പനാക്കാന്ന് വിചാരിച്ചു. അമ്മ എന്താ ചെയ്യുക? ഇതെല്ലാം നമുക്കിന്ന് മീൻ പൊള്ളിക്കാം. അമ്മ നല്ല കമ്പിയില്ലേ, അതിലില്ലേ ഈ മീനൊക്കെ ഇല്ലേ. കമ്പി ഇപ്പൊ എവിടുന്ന കണ്ടത്? കമ്പി വീഡിയോ എവിടുന്ന? കമ്പി മീനില് കമ്പി ഇടുന്ന വീഡിയോ നീ എവിടുന്ന കണ്ടു? ഞാന് അത് ജിക്കിച്ചാട്ടിന്റെ ഫോണില്. ഈ മുണ്ടത്തിപ്പരലിൽ ഏറ്റവും കൂടുതലിട്ട് വെക്കേണ്ടത് കുരുമുളക് പൊടിയാട്ടോ. അപ്പോൾ ഞാൻ വറക്കാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി നല്ല രീതിയിലേക്ക് അതിൽ തേച്ച് പിടിപ്പിച്ചു. അപ്പോഴേക്കതാ കറി വെച്ചു. വറക്കാനുള്ളത് സെറ്റ് ചെയ്തിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരെണ്ണം എടുത്ത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് പാൻ വെച്ച് അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു മീനെടുത്ത് ഷാലോ ഫ്രൈ ചെയ്യാനിട്ടു. അതിന് മുന്നേ നമ്മൾ കറിവേപ്പില ഇട്ടു കേട്ടോ. കറിവേപ്പില നന്നായി ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഒരു മീനെടുത്ത് അതിലേക്കിട്ടു. അത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ടേ. കുറച്ച് നേരം അവിടെ അങ്ങനെ വെച്ചു. മീൻ പൊള്ളിക്കാൻ നമുക്ക് വാഴല വേണമല്ലോ. വാഴലില്ലാന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തേ. വേഗം പോയി ഫ്രണ്ടിൽ നിന്ന് ഒരു വാഴല അങ്ങോട്ട് മുറിച്ചെടുത്തു. മീൻ വറുത്തിട്ടതിന് ശേഷം നമുക്ക് പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സബോള, തക്കാളി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയാട്ടോ. പച്ചമുളക് വേണ്ടവർക്ക് ചേർക്കാം. ഇത് കുട്ടികൾക്ക് കഴിക്കുന്നത് കൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. അവർക്ക് കുറച്ച് എരിവ് കുറവാണ് വേണ്ട. എന്നിട്ട് ആ മീൻ വറുത്ത എണ്ണയിൽ തന്നെ സബോളയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പില കുറച്ചധികം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അത് നല്ലോണം ആയതിനു ശേഷം നമ്മുടെ വാഴയിലേക്ക് അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അത് ഇത്തിരി നന്നായി പരത്തി വെച്ചിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ഫിഷ് എടുത്തിട്ട് ആ ഗ്രേവിയിലേക്ക് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഗ്രേവിയും കൂടി ആ മീനിൻ്റെ മുകളിൽ നന്നായിട്ട് വെച്ച് പൊതിഞ്ഞ് വെക്കുന്ന രീതിയിൽ ഇടുക. അതിനുശേഷം വാഴല നല്ല കുറച്ചിങ്ങനെ പൊതിഞ്ഞ് വെച്ച് നമ്മൾ വറുത്തെടുത്ത പാനിൽ തന്നെ വീണ്ടും ഫ്രൈ ചെയ്യാൻ വയ്ക്കുക. തീ നല്ല സ്ലോ ആയി വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തതിന് ശേഷം ഇത് എടുക്കാം. പാത്രം അങ്ങോട്ട് മാറ്റിയപ്പോഴേ സൂപ്പർ മണമായിരുന്നു കേട്ടോ. കാണാൻ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് അപാരമായിരുന്നു. ആ ആവി അങ്ങോട്ട് മൂക്കിൽ തട്ടിയപ്പോൾ എൻ്റെ സാറേ ചുറ്റുള്ളത് ഒന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്കും അവൻ്റെ മണം മാത്രമായിരുന്നു ചുറ്റിലും. ആമിയും പൃഥ്വിയും അത് വേണം വേണമെന്ന് പറഞ്ഞിട്ട് തിടുക്കം കൂട്ടിയായിരുന്നു.
എന്നെ ഒന്ന് മര്യാദയ്ക്ക് അത് വിളമ്പി വെക്കാൻ പോലും സമ്മതിക്കണ്ടായിരുന്നില്ല. അവസാനം സൈകിട്ട് വേഗം ഞാനത് അവർക്ക് വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണല്ലേ, ഒരു ഭംഗിക്ക് 2 കറിവേപ്പില മേലിൽ വെച്ച് കൊടുത്തു. കറിവേപ്പിലേക്ക് നമുക്ക് പിന്നെ പഞ്ഞില്ലാത്തതുകൊണ്ട് ധാരാളം ആവാലോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ്? ഇഷ്ടമായെങ്കിൽ യെസ് എന്നും ഇഷ്ടമായില്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ഇടണേ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഞങ്ങൾ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മളുടെ ഉത്തേജനം. അപ്പോൾ എല്ലാവരും കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അവർ കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറയണേ. ഞാൻ പറയിപ്പിച്ചതല്ലേ, അവർ പറഞ്ഞത് തന്നെയാണ്. പഠിപ്പിൽ നിറക്കിയതാ, ചൂടുണ്ടാവില്ലേ? ചൂടാക്കിയിട്ട് കഴിക്കാൻ കുറച്ചേരം ചൂടാക്കാൻ ശ്രമിക്കണം. ഫാനിന്റെ നല്ല ടേസ്റ്റാണ് ഗായ്സ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. ഈസി റെസിപ്പി അല്ലേ, അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.